തൃശൂർ കോർപ്പറേഷൻ മൾട്ടി ലെവൽ പാർക്കിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പൊട്ടി കാർ ചെരിഞ്ഞു. റീത്ത് വെച്ച് പ്രതിഷേധിച്ച് കോൺഗ്രസ്. 1 കോടിയിലധികം രൂപ നൽകി നിർമ്മിച്ച കോർപ്പറേഷൻ ഓഫീസ് അങ്കണത്തിലെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ കാറുകൾ കയറ്റുന്ന ഭാഗമാണ് പൊട്ടിയത്. വടം പൊട്ടിയെന്നും ആരോപണമുണ്ട്. ഇതിനെ തുടർന്ന് കാർ ചെരിയുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഉദ്ഘാടനം കഴിഞ്ഞ പാർക്കിംഗ് സംവിധാനം 2 ആഴ്ചകൾക്ക് മുൻപാണ് പാർക്കിങ്ങിനായി തുറന്നു നൽകിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു കാർ ചെരിഞ്ഞത്. കോർപ്പറേഷൻ ജീവനക്കാരൻ്റെ കാറാണ് ചെരിഞ്ഞതെന്നും പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഇക്കാര്യം പുറത്തറിയിക്കാതെ ഇരിക്കുകയായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം നടത്തുമെന്ന് അറിഞ്ഞ് പൊട്ടിയ ഭാഗം വെൽഡ് ചെയ്ത് പത്രക്കാർ വരും മുൻപേ പെയിൻ്റ് അടിച്ചും കാർ കയറ്റിയിട്ടും പ്രശ്നങ്ങളില്ലെന്ന് കാണിക്കാനുള്ള തന്ത്രപ്പെടലായിരുന്നു കോർപ്പറേഷൻ. എന്നാൽ അതേസമയം കാറിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് കാൽ കുടുങ്ങാതിരിക്കാൻ പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചതാണെന്നും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കോർപ്പറേഷൻ അധികൃതരും പറയുന്നുണ്ട്. എന്നാൽ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു വരുന്നതേയുള്ളൂവെന്നും പ്രശ്നമുണ്ടായത് തങ്ങളുടെ പിഴവാണെന്നും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ജീവനക്കാരും പറഞ്ഞു. ഇത് ആധുനിക രീതിയിലുള്ള 13 കാർ പാർക്ക് ചെയ്യാവുന്ന സംവിധാനത്തിന് വേണ്ടിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിൽ തയ്യാറാക്കിയത്. 1 കോടി രൂപയിൽ മുകളിൽ ചെലവ് ചെയ്തിട്ടാണ് ഈ കാർ പാർക്കിംഗ് ഉണ്ടാക്കിയത്. ആ കാർ പാർക്കിംഗ് നിർമ്മിച്ചതിന് ശേഷം 3 മാസത്തോളം ഇത് അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. നിരന്തരം മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കോൺഗ്രസ് കൗൺസിലർമാർ ഇതിനു മുമ്പിൽ ഇരുന്ന് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് തുറന്നു കൊടുത്തത്. തുറന്നു കൊടുത്ത ഏകദേശം ഒരു 15 ദിവസം ആയിട്ടുള്ളൂ. ആ തുറന്ന് കാർ പാർക്കിംഗ് ആരംഭിച്ച് 15-16 ദിവസം കഴിഞ്ഞപ്പോഴാണ് 3 ദിവസം മുമ്പ് 3 കാറ് ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കാറുടെ കയറ്റം 3 കാറ് ഏറ്റവും മുകളിലായിരുന്നു. ആ മുകളിലുണ്ടായിരുന്ന ഒരു കാറ് ഈ കാണുന്ന ഇത് ഒടിഞ്ഞ് ഈ കാണുന്ന മഞ്ഞ അടിച്ചിട്ടുള്ള ഇപ്പോൾ പെയിൻ്റ് അടിച്ചാണത്. മഞ്ഞ ഒടിഞ്ഞ് കാറിൻ്റെ ലെവൽ തെറ്റി കാറ് ചെരിഞ്ഞു. അത് മാത്രമല്ല ഒരു വടം പൊട്ടി. ആ ഒരു വടം പൊട്ടിയതിന് ശേഷം കാറ് ചെരിഞ്ഞു. നേരത്തെ കയറൊക്കെ ഇട്ട് ലെവലാക്കി ഒരുപാട് ആൾക്കാർ വന്ന് അധ്വാനിച്ച് കാറ് ഇറക്കി പുറത്ത് കൊണ്ടുപോയി. ഇത് കഴിഞ്ഞതിന് ശേഷം 4 ദിവസമായി പാർക്കിംഗ് ആരും നടത്തിയിരുന്നില്ല, പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ വന്ന് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാനിത് വന്ന് മൊബൈൽ എടുക്കുകയും മാധ്യമങ്ങളെ വിളിക്കുന്നതൊക്കെ മനസ്സിലാക്കിയപ്പോൾ മേയറും സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വന്ന് ഉടനടി ഓടി വന്ന് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. ഓടി വന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഒരു കാറ് കയറ്റിടുന്ന സംവിധാനം ഉണ്ടായത്. ഒരു കാര്യം ജീവന് കുഴപ്പമില്ല അല്ലേ? വണ്ടി മാത്രമല്ല, വണ്ടിക്ക് പരിക്ക് പറ്റുള്ളൂ. എപ്പോഴാവശ്യം